Good morning, all. Today we are going to discuss about the topic of indeterminate pricing and output in oligopoly. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഒലിഗോപ്പൊളി എന്താണെന്നൊക്കെ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ടായിരുന്നു അല്ലേ? വാട്ട് യു മീൻ ബൈ ഒലിഗോപ്പൊളി ആൻഡ് വാട്ട് ആർ ദ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ഒലിഗോപ്പൊളി, ഫീച്ചേഴ്സ് ഓഫ് ഒലിഗോപ്പൊളി, ക്ലാസിഫിക്കേഷൻ ഓഫ് ഒലിഗോപ്പൊളി ഒക്കെ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ടായിരുന്നു. നമ്മൾ എന്താ ഒലിഗോപ്പൊളി എന്ന് പറയുന്നത്? Oligopoly is a market situation in which there are only few sellers producing homogeneous or differentiated products. അല്ലെ, നമ്മൾ എന്തെന്ന് പറയുന്നത് ഒലിഗോപ്പൊളി എന്ന് പറയുന്നത് അല്ലെ, ഇത് ഫ്യൂ സെല്ലേഴ്സ് ആണ്. അതിന്റെ മെയിൻ ഫീച്ചർ എന്ന് പറയുന്നത് ഇറ്റ്സ് എ മാർക്കറ്റ് സിറ്റുവേഷൻ there are only a few sellers producing homogeneous or differentiated products. അതാണ് എന്ത് പറഞ്ഞാല് ഒലിഗോപ്പൊളി എന്ന് പറഞ്ഞാല്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ അത് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ടായിരുന്നു അല്ലെ, ഡിഫറെന്റ് ക്ലാസിഫിക്കേഷൻസ് ഒക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ ഇവിടെ നമുക്ക് പറയാനുള്ളത് ഇൻഡിറ്റർമിനേറ്റ് പ്രൈസിങ് ആൻഡ് ഔട്ട്പുട്ട് ഇൻ ഒലിഗോപോളി. അപ്പൊ നമ്മൾ പറഞ്ഞു ഫ്യൂ സെല്ലേഴ്സ് ആണെന്ന് പറഞ്ഞു അല്ലെ, അതിൽ നിന്ന് തന്നെയാണ് ഈ ഒരു ടേം ഡിറൈവ് ചെയ്യുന്നത്. ഇൻഡിറ്റർമിനേറ്റ് പ്രൈസിങ് ആൻഡ് ഔട്ട്പുട്ട് ഇൻ ഒലിഗോപോളി എന്ന് പറയുന്നത്. ശ്രദ്ധിക്കാം. ഇപ്പൊ എന്താ പറയുന്നത് വെച്ചാൽ ഇൻ ഒലിഗോപോളി മാർക്കറ്റ് സിറ്റുവേഷൻ, ഒലിഗോപോളിസ്റ്റിക് മാർക്കറ്റ് സിറ്റുവേഷൻ, എ സ്മോൾ നമ്പർ ഓഫ് ഓർഗനൈസേഷൻസ് കോമ്പീറ്റ് വിത്ത് ഈച്ച് അതർ. ഫ്യൂ സെല്ലേഴ്സ് ആണെന്ന് പറഞ്ഞില്ല, അപ്പൊ അവർ തമ്മിലാണ് എന്ത് വരുന്നത്, ഒരു കോമ്പറ്റീഷൻസ് അറൈസ് ചെയ്യുന്നത്. അപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞു ഇന്റർ ഡിപ്പെൻഡൻസ് എന്ന് പറഞ്ഞു അല്ലെ, നമ്മൾ ഫീച്ചേഴ്സിലൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇന്റർ റിലേറ്റഡ് ആണെന്ന് പറഞ്ഞു അല്ലെ. ഇന്റർ ഡിപ്പെൻഡൻസ് ഓഫ് ഫേംസ് എന്ന് പറയുന്നത് അതിനർത്ഥം ഇന്റർ റിലേറ്റഡ് ആണ്. അപ്പൊ ആ ഒരു തന്നെയാണ് ഇവിടെ പറയുന്നത്. ദ സെയിൽസ് ഓഫ് ഈച്ച് ഓർഗനൈസേഷൻസ് അണ്ടർ ഒലിഗോപോളി ഡിപ്പെൻഡ്സ് ഓൺ ദ പ്രൈസ് ചാർജ്ഡ് ബൈ ഇറ്റ്സ് റൈവൽസ്. ഓക്കെ, റൈവൽ ഫേംസ് അത് അവരുടെ മറ്റുള്ള ഫേംസ് എങ്ങനെയാണോ പ്രൈസ് ചാർജ് ചെയ്യുന്നത് അതിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് ഇവരുടെ പ്രൈസ് ഡിറ്റർമിൻ ചെയ്യുന്നത്. ഇഫ് ആൻ ഓർഗനൈസേഷൻ റെഡ്യൂസ് ഇറ്റ്സ് പ്രൈസ് ഇറ്റ്സ് സെയിൽസ് വുഡ് ഇൻക്രീസ് അല്ലെ. ഇപ്പൊ നമ്മൾ പ്രൈസ് റെഡ്യൂസ് ചെയ്യണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, സെയിൽസ് ഇൻക്രീസ് ചെയ്യണം. ഓൺ ദ അതർ ഹാൻഡ് ദ സെയിൽ ഓഫ് ദ ഓർഗനൈസേഷൻസ് ഇൻ ദ മാർക്കറ്റ് വുഡ് ഡിക്രീസ്. ഇപ്പൊ നമ്മൾ പ്രൈസ് എന്താ പറയുക ഇൻക്രീസ് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ സെയിൽസ് കുറയും. പക്ഷെ ഇവിടെ ഒലിഗോപോളിസ്റ്റിക് മാർക്കറ്റ് സിറ്റുവേഷനിൽ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ the other organizations would also reduce their price. ഇപ്പൊ നമ്മൾ പ്രൈസ് റെഡ്യൂസ് ചെയ്യുകയാണെങ്കിൽ ഇപ്പൊ എല്ലാ ഫേംസും ഇന്റർ ഡിപ്പെൻഡൻസ് ആണ് അല്ലെ, അപ്പൊ അതിൽ നിൽക്കുന്ന ബാക്കിയുള്ള ഫേംസ് അവർ എന്ത് ചെയ്യാണ്, പ്രൈസ് റെഡ്യൂസ് ചെയ്യും. സിമിലർലി വെൻ one firm rises its price, the other firm wouldn't raise their price. ഇപ്പൊ ഞാനാണ് അതിലൊരു ഫേം എന്നുണ്ടെങ്കിൽ ഞാൻ പ്രൈസ് ഇൻക്രീസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ മറ്റുള്ളവർ എന്ത് ചെയ്യില്ല, അവർ ഇൻക്രീസ് ചെയ്യില്ല. പക്ഷെ റെഡ്യൂസ് ചെയ്യണമെങ്കിൽ അവർ ഓട്ടോമാറ്റിക്കായിട്ട് പ്രൈസ് റെഡ്യൂസ് ചെയ്യും. Hence, the sales of the firm which has reduced its price would decline. It happens so because the firm's customers would switch over to the other firms in the market. ഇപ്പൊ നമ്മൾ ഹോമോജീനസ് പ്രൊഡക്ട്സ് ആണ് പ്രൊഡ്യൂസ് ചെയ്യണല്ലേ, അപ്പൊ നമ്മുടെ പ്രൈസ് ഇൻക്രീസ് ചെയ്താൽ നമുക്ക് ഒരിക്കലും നമുക്ക് സെയിൽസ് കൂട്ടാൻ പറ്റുന്നുണ്ടാവും, നമ്മുടെ സെയിൽസ് കുറയുക ചെയ്യുക. കാരണം വെച്ചാൽ നമ്മുടെ കസ്റ്റമേഴ്സും മറ്റുള്ളതിലേക്ക് എന്താ പറയുക ഷിഫ്റ്റ് ചെയ്ത് പോകും. The firm wouldn't like to either to rise or reduce its price unless there are a significant changes in the cost structure. അപ്പൊ കോസ്റ്റ് സ്ട്രക്ചറിൽ വലിയ ചേഞ്ചസ് ഒന്നും ഇല്ലാതെ ഫേംസ് എന്ത് ചെയ്യുന്നില്ല, പ്രൈസ് ഇൻക്രീസ് ചെയ്യൂല, ഡിക്രീസ് ചെയ്യൂല. There is an uncertainty with regards to the price and output under oligopoly. അപ്പൊ പോയിന്റ് നോട്ട് ചെയ്യുക, there is an uncertainty with regard to price and output determination under oligopoly. അപ്പൊ പ്രൈസ് ആൻഡ് ഔട്ട്പുട്ട് ഒലിഗോപോളി സിറ്റുവേഷനിൽ പ്രൈസ് ആൻഡ് ഔട്ട്പുട്ട് ഡിറ്റർമിനേഷൻ എന്താണ്, is an uncertainty because interdependence of firms, they are interrelated. Okay, ഇനി പറയുന്നത് എന്താണെന്ന് വെച്ചാല് the oligopoly market is dominated by few firms. കുറച്ച് ഫേംസ് ആണ് അത് ഡോമിനേറ്റ് ചെയ്ത് നിൽക്കുന്നത്. The price and output decision of one firm affect the profitability of the റിമൈനിങ് ഫേംസ് ഇൻ ദ മാർക്കറ്റ്. ഞാൻ നേരത്തെ പറഞ്ഞാൽ എന്താണ് ഇന്റർ ഡിപ്പെൻഡൻസ് അല്ലെ, അപ്പൊ ഒരു ഫേമിന്റെ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് മറ്റെല്ലാ ഫേംസിനെയും അത് ഡിപ്പെൻഡ് ചെയ്ത് നിൽക്കും. ദിസ് ഇന്റർ ഡിപ്പെൻഡൻസ് എമംഗ് ദ ഫേംസ് is important characteristics of oligopoly. The interdependence is the nature of result of fewness. എന്തുകൊണ്ടാണ് interdependence? There are few sellers. അതുകൊണ്ടാണ് അവിടെ interdependence എന്നുള്ളൊരു ഇത് റൈസ് ചെയ്തത്. The action of one influences the action of the others. മറ്റുള്ളവരുടെയും കൂടി അത് എഫക്ട് ചെയ്യാണ് ചെയ്യുന്നത്. Okay, the price and output policy of a firm will affect the price and quantity sold by the other firms. ആ പോയിന്റ്സ് ആണ് ഇതിൽ നോട്ട് ചെയ്യേണ്ടത് കേട്ടോ. അതാണ് ഇൻഡിറ്റർമിനേറ്റ് പ്രൈസിംഗ് ആൻഡ് ഔട്ട്പുട്ട് പറയുന്നത്. അതായത് ദ പ്രൈസ് ആൻഡ് ഔട്ട്പുട്ട് പോളിസി ഓഫ് എ ഫേം, ഒരു ഫേമിന്റെ പ്രൈസ് ആൻഡ് ഔട്ട്പുട്ട് പോളിസി എന്ന് പറഞ്ഞാൽ വിൽ അഫക്ട് ദ പ്രൈസ് ആൻഡ് ക്വാണ്ടിറ്റി സോൾഡ് ബൈ ദി അതർ ഫേംസ്. അപ്പൊ മറ്റുള്ള ഫേംസിന്റെ പ്രൈസും ആ ഒരു ക്വാണ്ടിറ്റിയും കൂടി ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് ഇരിക്കുന്നത്. ഓക്കെ, ഇഫ് ആൻ ഒലിഗോപോളി ഫേം, ഇപ്പൊ നമ്മൾ ഒരു ഫേം റെഡ്യൂസസ് ഇറ്റ്സ് പ്രൈസ്, then the demand curve faced by the other oligopolist will shift down.
Okay, so other oligopolist reacts. It's because of his high degree of interdependency among oligopolistic firms that he cannot define the demand curve faced by an oligopolist. നമുക്ക് കറക്റ്റ് ആയിട്ട് ഒരു ഡിമാൻഡ് കർവ് നമുക്ക് ഡിഫൈൻ ചെയ്യാൻ കഴിയില്ല. Indetermination of price and output becomes a consequent feature of oligopolistic in market. ഓക്കെ, അപ്പൊ ഇതെന്ന് പറഞ്ഞൊരു അൺസർട്ടിനിറ്റിയുടെ ബേസിലാണ് എന്ത് പറയുന്നത് പ്രൈസ് ആൻഡ് ഔട്ട്പുട്ട് ഡിറ്റർമിനേഷൻ വരുന്നത്. അപ്പൊ ഇന്റർ ഡിപ്പെൻഡൻസ് ഓഫ് ഫേംസ്, അതുകൊണ്ടാണ് നമുക്ക് എന്ത് വന്നത് ഇൻഡിറ്റർമിനേറ്റ് പ്രൈസിങ് ആൻഡ് ഔട്ട്പുട്ട് ഇൻ ഒലിഗോപ്പൊളി എന്നുള്ള ഒരു സിറ്റുവേഷൻ റൈസ് ചെയ്ത്. അപ്പോൾ ഇപ്പൊ ഒരു ഫേം പ്രൈസ് റെഡ്യൂസ് ചെയ്യുകയാണെങ്കിൽ ഓട്ടോമാറ്റിക് ആയിട്ട് മറ്റുള്ള എല്ലാ ഫേംസും എന്ത് ചെയ്യും, പ്രൈസ് റെഡ്യൂസ് ചെയ്യും. എന്തുകൊണ്ടാണ്, അല്ലെങ്കിൽ അവരുടെ ഡിമാൻഡിനെ അത് എഫക്ട് ചെയ്യും. ദെൻ ഈ നമ്മുടെ ഇപ്പൊ ഞാനൊരു ഫേമാണ്, ഞാൻ പ്രൈസ് ഇൻക്രീസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യില്ല, മറ്റുള്ള ഫേംസ് അത് ഇൻക്രീസ് ചെയ്യില്ല. അപ്പൊ എന്ത് ചെയ്യും, നമ്മുടെ കസ്റ്റമേഴ്സ് നമുക്ക് നഷ്ടപ്പെട്ടു പോകും. അപ്പൊ അതാണ് പറയുന്നത്, എന്താണ് വലിയ കോസ്റ്റ്ലി ചേഞ്ചസ് ഒന്നും വരാതെ വന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യില്ല, പ്രൈസ് ചേഞ്ച് ചെയ്യില്ല, സെയിം പ്രൈസ് ലെവൽ തന്നെ മുന്നോട്ട് കൊണ്ടുപോകും. എന്തുകൊണ്ടാണ്, പ്രൈസ് റെഡ്യൂസ് ചെയ്താൽ അവരും പ്രൈസ് റെഡ്യൂസ് ചെയ്യും, അപ്പൊ പ്രൈസ് റൈസ് ചെയ്യും. പ്രൈസ് ഇൻക്രീസ് ചെയ്താൽ നമ്മുടെ സെയിൽസ് ഡിക്ലൈൻ ചെയ്യും. അപ്പൊ ഈ ഒരു ഇതാണ് എന്ത് പറയുന്നത് ഇൻഡിറ്റർമിനേറ്റ് പ്രൈസിംഗ് ആൻഡ് ഔട്ട്പുട്ടിന് ഒലിഗോപ്പൊളി. എന്തുകൊണ്ടാണ് ഇൻഡിറ്റർമിനേറ്റ് പ്രൈസിംഗ് പറയുന്നത്, ദർ ആർ ഓൺലി എ ഫ്യൂ സെല്ലേഴ്സ്, ദേ ആർ ഇന്റർ ഡിപെൻഡൻസ് ഓൺ ഈച്ച് അതർ, റിലേറ്റഡ് വിത്ത് ഈച്ച് അതർ. അപ്പൊ അവർ തമ്മിൽ പരസ്പര റിലേഷൻസ് ആണ്, റിലേറ്റ് ചെയ്ത് എടുക്കുകയാണ്, ഇന്റർ ഡിപെൻഡൻസ് ആണ്. ഒരു ഫേം എന്താണ് ചെയ്യുന്നത്, മറ്റൊരു ഫേംസിന് അത് ആക്ഷൻസ് ആൻഡ് റിയാക്ഷൻസ് അവരത് എഫക്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സോ ഇൻഡിറ്റർമിനേറ്റ് പ്രൈസിംഗ് ആൻഡ് ഔട്ട്പുട്ട് ഇൻ ഒലിഗോപോളിസ്റ്റിക് മാർക്കറ്റ് സിറ്റുവേഷൻ. ഓക്കെ, ദെൻ നെക്സ്റ്റ് വൺ പറയുന്നത് റീസൺസ്. എന്തുകൊണ്ടാണ് ഇൻഡിറ്റർമിനേറ്റ് വന്നത്? ഞാൻ നേരത്തെ പറഞ്ഞതാണ് ഫസ്റ്റ് റീസൺ പറയുന്നത്, there are only a few sellers, okay, few firms. As already seen, the oligopolist market comprises only a few firms. In such a situation, it's quite natural that firm is vigilant about the actions of others. They are vigilant about the actions of other firms, including in the oligopolistic market situation. Any change in the price and quantity is likely to evoke reactions from other firms in the industry. ഇപ്പോൾ ഒരു ഫേമിൽ എന്തെങ്കിലും ചേഞ്ച് വരികയാണെങ്കിൽ അത് എല്ലാ ഫേംസിനെയും അത് എഫക്ട് ചെയ്യാണ് ചെയ്യുന്നത്. ദേ ആർ വിജിലന്റ് അബൌട്ട് ദ അതർ ഫേംസ്. ഓക്കെ, ദെൻ സെക്കൻഡ് വൺ പറയുന്നത് ഡിഫറെന്റ് ബിഹേവിയർ പാറ്റേൺസ്. The firms including in the oligopoly situations, they are different behavior patterns. Okay, അവർക്ക് എല്ലാവർക്കും ഡിഫറെന്റ് ബിഹേവിയർ പാറ്റേൺസ് ആണ് അവർ ഫോളോ ചെയ്യുന്നത്. ഫ്രം ഡിഫറെന്റ് ടു ഓർഗനൈസേഷൻ ടു ഓർഗനൈസേഷൻസ്, ഓരോ ഓർഗനൈസേഷനും അവരവരുടേതായിട്ടുള്ള ബിഹേവിയർ പാറ്റേൺസ് ആണ് ഫോളോ ചെയ്യുന്നത്. ദെൻ അതാണ് ഇതിൽ പറയുന്നത് ഡിഫറെന്റ് ബിഹേവിയർ പാറ്റേൺസ്. ഞാൻ നേരത്തെ പറഞ്ഞു അല്ലെ, ഒരാൾ എന്താ വെച്ചാൽ അതിന് ഓപ്പോസിറ്റ് ആയിട്ട് മറ്റാൾക്കാർ അവരത് പ്രൈസ് ആൻഡ് ഔട്ട്പുട്ട് ഡിറ്റർമിനേഷനിൽ അവരുടെ ഒരു ബിഹേവിയർ പാറ്റേൺ ഡിഫറെന്റ് ആയിരിക്കും. ദെൻ നെക്സ്റ്റ് വൺ പറയുന്നത് ഇൻഡിറ്റർമിനേറ്റ് ഡിമാൻഡ് കർവ്. ദ ഡിമാൻഡ് കർവ് ഈസ് അൺനോൺ ഡ്യൂ ടു ഡിഫറെന്റ് ബിഹേവിയർ പാറ്റേൺസ്. അപ്പൊ ഡിമാൻഡ് കർവ് നമുക്ക് ഡിഫൈൻ ചെയ്യാൻ പറ്റില്ല, എന്തുകൊണ്ടാണ്, ഡിഫറെന്റ് ബിഹേവിയർ പാറ്റേൺസ് ഉള്ളതുകൊണ്ടാണ്. If in this market structure every firm keeps an eye on the actions of rivals, ഞാൻ പറഞ്ഞു റൈവൽസിന്റെ അവിടെ എന്തായിരിക്കും, അവര് എപ്പോഴും വിജിലന്റ് ആയിട്ടായിരിക്കും ആൻഡ് മേക്ക് സ്ട്രാറ്റജീസ് അക്കോർഡിംഗ്ലി, അതിനനുസരിച്ച് അവർ സ്ട്രാറ്റജീസ് ഇങ്ങനെ പ്രിപ്പയർ ചെയ്തുകൊണ്ടേയിരിക്കും. Therefore the demand curve under oligopoly is never stable. അപ്പോൾ ഒരിക്കലും ഡിമാൻഡ് കർവ് എന്തായിരിക്കില്ല, സ്റ്റേബിൾ ആയിരിക്കില്ല, നമുക്ക് ഒരിക്കലും കറക്റ്റ്ലി ഡിഫൈൻ ചെയ്യാനും പറ്റില്ല ഡിമാൻഡ് കർവ്. സോ ഇറ്റ് ഈസ് എൻ ഇൻഡിറ്റർമിനേറ്റ് ഡിമാൻഡ് കർവ്. Then non-profit motive. Under oligopoly, organizations are not only indulgent in maximizing profit but also compete with other non-profit motives. പ്രോഫിറ്റ് മാത്രമല്ല അവരുടെ ഒന്നാണ്, നോൺ പ്രോഫിറ്റ് ആയിട്ടുള്ള കോമ്പറ്റീഷൻസും അവരുടെ ഇടയിൽ സർവൈവ് ചെയ്യുന്നുണ്ട്. Then these are the various reasons for indeterminate pricing and output in oligopoly. That is new firms, different behavior patterns, indeterminate demand curve, then non-profit motive. The next one, പ്രൈസ് ഡിറ്റർമിനേഷൻ അണ്ടർ ഒലിഗോപോളി. ഞാൻ പറഞ്ഞു കറക്റ്റ് ആയിട്ടുള്ള ഒരു പ്രൈസ് നമുക്ക് ഡിറ്റർമിൻ ചെയ്യാൻ പറ്റില്ല, എന്നാലും 3 തരത്തിലുള്ള ഒരു പാറ്റേൺസ് ആണ് ഇതിൽ ഫോളോ ചെയ്യുന്നത്, മെത്തേഡ്സ് ആണ് ഫോളോ ചെയ്യുന്നത്. ദർ ഈസ് നോ വൺ സിസ്റ്റം ഓഫ് പ്രൈസിങ് അണ്ടർ ഒലിഗോപോളി. നേരത്തെ നമ്മൾ പറഞ്ഞാൽ ഒരൊറ്റ ഇതിൽ പ്രൈസ് ആൻഡ് ഔട്ട്പുട്ട് ഡിറ്റർമിനേഷൻ നമ്മൾ അനലൈസ് ചെയ്തിരുന്നു അല്ലെ. പക്ഷെ ഇവിടെ നമുക്ക് കറക്റ്റ് ആയിട്ടൊരു മെത്തേഡ്സ് നമുക്ക് ഫോളോ ചെയ്യാൻ പറ്റില്ല. ദർ ഈസ് നോ one system of pricing under oligopoly. There are 3 different kinds of methods of pricing. 3 different kinds of methods of pricing under oligopoly. Pricing models. Oligopolyയുടെ pricing models ആണ് പറയുന്നത്. 3 എണ്ണമാണ് ഉള്ളത്. Independent pricing, pricing under price leadership, pricing under collusion. 3 methods. Independent pricing, then pricing under price leadership, then pricing under collusion. It's very important. The methods of pricing under oligopolistic market situation, pricing models എന്നൊക്കെ ചോദിച്ചാൽ
സെയിം ക്വസ്റ്റ്യൻ തന്നെയാണ് കേട്ടോ. അപ്പോൾ ഒരു സിസ്റ്റം വെച്ചിട്ട് നമുക്ക് അതിന് പ്രൈസിങ് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റില്ല. അപ്പൊ നമ്മൾ 3 മെത്തേഡ്സ് ആണ് യൂസ് ചെയ്യുന്നത്. ഡിഫറെന്റ് കൈൻഡ്സ് ഓഫ് മെത്തേഡ്സ്. ഫസ്റ്റ് ആണ് പറയുന്നത് ഇൻഡിപെൻഡന്റ് പ്രൈസിങ്, ദെൻ പ്രൈസിങ് അണ്ടർ പ്രൈസ് ലീഡർഷിപ്പ്, പ്രൈസിങ് അണ്ടർ കൊലൂഷൻ. ദെൻ ഫസ്റ്റ് വൺ ഇൻഡിപെൻഡന്റ് പ്രൈസിങ്. ദ പ്രൈസ് ഔട്ട്പുട്ട് ഡിറ്റർമിനേഷൻ അണ്ടർ ഇൻഡിപെൻഡന്റ് പ്രൈസിങ്. ഇതിനെ പറയുന്ന വേറെ പേരാണ് പ്രൈസ് റിജിഡിറ്റി മോഡല്, കിങ്ഡ് ഡിമാൻഡ് മോഡല്. കിങ്ഡ് ഡിമാൻഡ് മോഡല്, പ്രൈസ് റിജിഡിറ്റി മോഡൽ എന്നൊക്കെ പറഞ്ഞാലും എന്ത് ഇൻഡിപെൻഡന്റ് പ്രൈസിങ് തന്നെയാണ്. അപ്പൊ എന്താണ് ഇൻഡിപെൻഡന്റ് പ്രൈസിങ് എന്ന് പറയുന്നത്? അണ്ടർ ഇൻഡിപെൻഡന്റ് പ്രൈസിങ് an oligopoly firm faces a kinked demand curve. ഒരു ഫേസ് ചെയ്യുന്ന ഒരു എന്താണ് കിങ്ഡ് ഡിമാൻഡ് കർവ് എന്നുള്ള ഇതാണ് അവർ ഫേസ് ചെയ്യുന്നത്. Then an oligopolist does not know how his competitors will react. ഇപ്പൊ നമുക്ക് പെട്ടെന്ന് നമുക്ക് പറയാൻ പറ്റില്ല നമ്മുടെ കോമ്പറ്റീറ്റേഴ്സ് നമ്മളിപ്പോ ഒരു പ്രൈസ് റെഡ്യൂസ് ചെയ്ത് കഴിഞ്ഞാൽ അവർ അതിനെ എങ്ങനെ റിയാക്ട് ചെയ്യും നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റില്ല. Then an oligopolist may assume that the price cut by him will be followed by a price cut by the rival firms, but the price rise by him will not be followed by a price rise by the rival firms. അപ്പൊ അതാണ് ഇതിലെ മെയിൻ പോയിന്റ്സ് എന്ന് പറയുന്നത്. an oligopolist may assume, അവരുടെ ഒരു അസംപ്ഷൻ ആണ് പറയുന്നത്, the price cut by him will be followed by a price cut by the rival firms. അപ്പൊ അവർ പ്രൈസ് റെഡ്യൂസ് ചെയ്താൽ ഓട്ടോമാറ്റിക് ആയിട്ട് അവർ റെഡ്യൂസ് ചെയ്യാണ്, റൈവൽ ഫേംസും അവരുടെ പ്രൈസ് കട്ട് ചെയ്തിട്ട് അവരതിനെ ഫോളോ ചെയ്യാണ് ചെയ്യുന്നത്. ബട്ട് ദ പ്രൈസ് റൈസ് ബൈ ഹിം, ഇപ്പൊ ഇവര് പ്രൈസ് ഇൻക്രീസ് ചെയ്താല് will not be followed by a price rise by the rival firms. അവരുടെ പ്രൈസ് ഇൻക്രീസ് ചെയ്തിട്ട് അവർ ഒരിക്കലും ഫോളോ ചെയ്യില്ല എന്നുള്ള ഒരു അസംപ്ഷൻ ആണ് ഇവിടെ വന്നിരിക്കുന്നത് ഒലിഗോപോളിസിനെ ബേസ് ചെയ്യുന്നത്. കാരണം അവർക്ക് അസ്യൂം ചെയ്യാൻ പറ്റില്ല ഹൗ ദ കോമ്പറ്റീറ്റേഴ്സ് വിൽ റിയാക്ട്, നമുക്ക് ഒരിക്കലും ഐഡന്റിഫൈ ചെയ്യാൻ പറ്റില്ല. സോ വി ക്യാൻ ഒരു കുറച്ച് അസംഷൻസ് ക്രിയേറ്റ് ചെയ്തിരിക്കുകയാണ് ചെയ്തിരിക്കുന്നത്. Okay, we made some assumptions. Okay. എന്തൊക്കെയാണ് ആ അസംപ്ഷൻസ് നമ്മൾ പറഞ്ഞത്? ഇറ്റ്സ് വെരി ഇമ്പോർട്ടന്റ് പോയിന്റ് ഇൻ ദിസ് മെത്തേഡ്. An oligopolist may assume that the price cut by him will be followed by a price cut by the rival firms. അവര് പ്രൈസ് കട്ട് ചെയ്തിട്ട് റൈവൽ ഫേംസ് അതിനോട് ഫോളോ ചെയ്യണം. എന്താ അസംപ്ഷൻസ് ആണ് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്? ബട്ട് ദ പ്രൈസ് ബൈ ഹിം, അവർ പ്രൈസ് റൈസ് ചെയ്താൽ will not be followed by a price rise by the rival firms. ആ റൈവൽ ഫേംസ് അവരൊരിക്കലും പ്രൈസ് റൈസ് ചെയ്തിട്ട് അവരെ ഫോളോ ചെയ്യില്ല. ഇതാണ് എന്ത് പറഞ്ഞിട്ടുള്ളത്? ഇൻഡിപെൻഡന്റ് പ്രൈസിംഗിൽ ഒലിഗോപോളിസ്റ്റ് ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന അസംപ്ഷൻസ് ആണ്. ഓക്കെ, ദിസ് ഹൈപ്പോത്തീസിസ് ഈസ് ബേസിസ് ഓഫ് ദ കിങ്ഡ് ഡിമാൻഡ് കർവ്. കിങ്ഡ് ഡിമാൻഡ് കർവ് എന്നുള്ള ഒരു ഹൈപ്പോത്തീസിന്റെ ബേസിസിലാണ് ഈ ഒരു അസംപ്ഷൻസ് ഒരു ഫോം ചെയ്തിരിക്കുന്നത്. ഓക്കെ, അപ്പൊ ഇതാണ് ഇൻഡിപെൻഡന്റ് പ്രൈസിംഗിൽ പറയുന്നത്. ഇതിൽ പറയുന്നത് വെച്ചാൽ the oligopolist will act and react in a way that keeps conditions tolerable for all members of the industry. ഇൻഡസ്ട്രിയിലെ എല്ലാ മെമ്പേഴ്സും ടോളറബിൾ ആകാവുന്ന രീതിയിലാണ് അവരുടെ ആക്ഷൻസും റിയാക്ഷൻസും അവർ ഫോളോ ചെയ്യുന്നത്. ദെൻ പിന്നെ പറയുന്നത് എന്താണെന്ന് വെച്ചാല് പിന്നെ ഇതിൽ പറയുന്നൊരു ഇത് ഈസ് മോസ്റ്റ് ലൈക്ലി ടു ഒക്യൂർ ദെൻ പ്രോഡക്ട്സ് ആർ ക്വൈറ്റ് സിമിലർ and therefore their prices are also similar. പ്രോഡക്ട്സും സിമിലർ ആയിരിക്കും, പ്രൈസും സിമിലർ ആയിരിക്കും. If one firm cuts the price of its product, the other firms in the industry are compelled to reduce their prices. അതെ, ഇപ്പൊ നമ്മൾ പ്രൈസ് റെഡ്യൂസ് ചെയ്യുകയാണെങ്കിൽ അതർ ഫേംസ് ഇൻ ദ ഇൻഡസ്ട്രി ആർ കമ്പൽഡ് ടു റെഡ്യൂസ് ദെയർ പ്രൈസസ്. അപ്പൊ മറ്റുള്ള ഫേംസും അവർ എന്ത് ചെയ്യാണ്? കമ്പൽ ചെയ്തിട്ട് അവരുടെ പ്രൈസ് റെഡ്യൂസ് ചെയ്യാണ് ചെയ്യുന്നത് ടു മാച്ച് ദ ഫേംസ് പ്രൈസസ്. On the other hand, if one firm increases the price, the competitors do not increase their price. അപ്പൊ ഈ പ്രൈസ് ഇൻക്രീസ് ചെയ്യുകയാണെങ്കിൽ എന്ത് ചെയ്യുന്നില്ല? അവരുടെ പ്രൈസ് ഇൻക്രീസ് ചെയ്യുന്നില്ല കോമ്പറ്റീറ്റേഴ്സ്. സോ ഇൻ ദ ഫസ്റ്റ് സിറ്റുവേഷൻ the firm does not gain, while in the second situation the firm loses its customers to its rivals and the sales decline. അപ്പൊ ആദ്യത്തെ ഇതില് പ്രൈസ് റെഡ്യൂസ് ചെയ്യുമ്പോൾ എന്താ ഉണ്ടാവുന്നത്? ഫേമിന് ഒരു നേട്ടവും സംഭവിക്കില്ല. കാരണം വെച്ചാൽ കോമ്പറ്റീറ്റേഴ്സ് അവർ എന്ത് ചെയ്യാണ്? ഓട്ടോമാറ്റിക് ആയിട്ട് അവരുടെ പ്രൈസും റെഡ്യൂസ് ചെയ്യാണ് ചെയ്യുന്നത്. പ്രൈസ് റെഡ്യൂസ് ചെയ്തുകൊണ്ടുള്ള ഒരു എഫക്ട് നമുക്ക് കിട്ടുന്നില്ല. പിന്നെ രണ്ടാമത് നമ്മൾ പറഞ്ഞു, നമ്മൾ പ്രൈസ് ഇൻക്രീസ് ചെയ്യുമ്പോൾ എന്ത് ചെയ്യുന്നില്ല? കോമ്പറ്റീറ്റേഴ്സ് അത് ഫോളോ ചെയ്യുന്നില്ല. അപ്പൊ നമുക്ക് കിട്ടുന്ന റിയാക്ഷൻ എന്താണെന്ന് വെച്ചാൽ ദ ഫേം ലോസസ് ഇറ്റ്സ് കസ്റ്റമേഴ്സ്. അപ്പൊ നമ്മളുടെ കസ്റ്റമേഴ്സ് നമുക്ക് നഷ്ടപ്പെട്ടു പോവുക ചെയ്യുന്നത്. ആൻഡ് ദ സെയിൽസ് ഡിക്ലൈൻ, അപ്പൊ നമ്മുടെ സെയിൽസ് നമുക്ക് കുറയും. So the firms in oligopoly, point note here, do not increase the price due to possibility of losing customers to rivals who do not raise their price. അപ്പം നമ്മളുടെ കസ്റ്റമേഴ്സ് പോകുന്നുള്ള ഒരു പേടി കൊണ്ട് അവർ എന്ത് ചെയ്യുന്നില്ല? പ്രൈസ് ഇൻക്രീസ് ചെയ്യുന്നില്ല.
Firms do not cut their prices because they fear a price war. അപ്പോൾ പ്രൈസ് റെഡ്യൂസ് ചെയ്യുന്നില്ല എന്തുകൊണ്ടാണ്? ഡ്യൂ ടു എ പ്രൈസ് വാർ. പ്രൈസ് വാർ വരുന്നുള്ള ഒരു ഫിയർ, പേടിയോട് കൂടി അവർ എന്ത് ചെയ്യുന്നില്ല, പ്രൈസ് റെഡ്യൂസ് ചെയ്യുന്നില്ല. പ്രൈസ് ഇൻക്രീസ് ചെയ്തെന്നിട്ടുണ്ടാവുക, they lost their customers and after effects it becomes a sales decline. Okay, so prices in oligopoly tend to be sticky or rigid. അപ്പൊ അത് തന്നെ ഒളിഗോപോളിസ്റ്റിക് മാർക്കറ്റ് സിറ്റുവേഷനിൽ എന്താണ്, the price to be rigid ആയിരിക്കും. The firms usually do not change their price in response to small changes in cost. കോസ്റ്റിൽ ചെറിയൊരു ചേഞ്ചസ് വരുമ്പോഴേക്കും പ്രൈസിൽ അവർ ചേഞ്ചസ് ഒന്നും ക്രിയേറ്റ് ചെയ്യുന്നില്ല. ഡു നോട്ട് ചേഞ്ച് ഇൻ പ്രൈസ് ഡ്യൂ ടു സ്മോൾ ചേഞ്ചസ് ഇൻ പ്രൈസ്, സോറി കോസ്റ്റ്. അപ്പൊ ഇതാണ് ഇതിലൊരു മെയിൻ അസംഷൻസ് പറയുന്നത്. അപ്പൊ പ്രൈസ് റെഡ്യൂസ് ചെയ്താൽ അപ്പോൾ കോമ്പറ്റീറ്റേഴ്സ് ഓട്ടോമാറ്റിക് ആയിട്ട് പ്രൈസ് റെഡ്യൂസ് ചെയ്യും. അപ്പൊ അവിടെ price wars. Okay, if price increase ചെയ്യുകയാണെങ്കിൽ the competitors will not be followed, so the firm may lost their customers. Okay, അപ്പോൾ so prices in oligopoly tend to be rigid. അതുകൊണ്ട് oligopolistic market situation എന്താണത്, റിജിഡ് ആയിട്ട് തന്നെയാണ് ഫോളോ ചെയ്യുന്നത്. സോ ഇറ്റ്സ് നോൺ ആസ് പ്രൈസ് റിജിഡിറ്റി മോഡൽ എന്ന് കൂടി ഇതിനെ പറയുന്നത്. ഇൻ oligopoly under independent pricing the demand curve will be kinked one. കിങ്ഡ് എന്നാണ് ഇതിനെ പറയുന്നത്. എന്തുകൊണ്ടാണ് കിങ്ഡ് എന്ന് പറഞ്ഞാൽ, കിങ്ക് മീൻസ് സെഗ്മെന്റഡ്. ഓക്കെ, സെഗ്മെന്റഡ് എന്നാണ് കിങ് എന്ന് പറഞ്ഞാൽ അർത്ഥം. കേട്ടോ, ഇങ്ങനെ നേരെ വരാണ്ട് ഒന്ന് കട്ട് ചെയ്ത് പോയിരിക്കുകയാണ് ഡിമാൻഡ് കർവ്. അതുകൊണ്ടാണ് ഇത് പറയുന്നത് കിങ്ഡ് ഡിമാൻഡ് കർവ്. സാധാരണ നമ്മുടെ ഡിമാൻഡ് കർവ് എങ്ങനെയാണ് കിട്ടുന്നത്, നേരെ പോകും അല്ലെ, അല്ലെങ്കിൽ ഇങ്ങനെ പോകും, അങ്ങനെയൊക്കെയല്ലേ പോകണുണ്ട്. പക്ഷെ ഇതിവിടെ വന്നിട്ട് ഒന്ന് കട്ട് ചെയ്ത് താഴേക്ക് പോയിരിക്കുകയാണ് ചെയ്യുന്നത്. അതായത് കിങ്ഡ് ഡിമാൻഡ് കർവ് എന്ന് പറയുന്നത്. ഓക്കെ, the demand curve will be segmented at the prevailing price level. ആ ഓൾറെഡി ഉള്ള പ്രൈസ് ലെവൽ വെച്ചിട്ടാണ് സെഗ്മെന്റ് ചെയ്ത് പോണത്. കേട്ടോ, ഇതാണ് ഉള്ള പ്രൈസ് പി. പിക്ക് കൂടുമ്പോൾ ഇങ്ങോട്ടായി പോണത്, പിക്ക് കുറയുമ്പോൾ കിങ് ചെയ്ത് പോവാണ് ചെയ്യുന്നത്. അപ്പൊ പ്രിവെയിലിംഗ് പ്രൈസ് ലെവൽ വെച്ചിട്ടാണ് ഡിമാൻഡ് കർവ് കിങ് ചെയ്യണത്, കാരണം കട്ട് ചെയ്ത് പോണത്. ഓക്കെ, the kinked demand curve has two segments. രണ്ട് സെഗ്മെന്റ്സ് ആണുള്ളത്. ഒന്ന് റിലേറ്റീവ്ലി ഇലാസ്റ്റിക് പോർഷൻ, കേട്ടോ, ഇലാസ്റ്റിക് പോർഷനും ഇൻഇലാസ്റ്റിക് പോർഷൻ. അപ്പൊ ഇലാസ്റ്റിക് പോർഷൻ ആണ് ഡി കെ, ഇൻഇലാസ്റ്റിക് പോർഷൻ ആണ് ഈ ക്യാപിറ്റൽ ഡി കെ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ രണ്ട് പോർഷൻ ആണുള്ളത്, നോട്ട് ചെയ്ത് വെക്കുക. റിലേറ്റീവ്ലി ഇലാസ്റ്റിക് പോർഷൻ ഓഫ് ഡിമാൻഡ് കർവ് ആൻഡ് റിലേറ്റീവ്ലി ഇൻഇലാസ്റ്റിക് പോർഷൻ ഓഫ് ദി ഡിമാൻഡ് കർവ് അല്ലെ. അപ്പൊ നോക്കാം, കിങ്ഡ് ഡിമാൻഡ് കർവ് ഡി ഡി വിത്ത് എ കിങ് പോയിന്റ് അറ്റ് കെ. കേട്ടോ, പ്രിവെയിലിംഗ് പ്രൈസ് ലെവൽ എന്നുള്ള ഈ പോയിന്റിൽ വെച്ചിട്ടാണ് സെഗ്മെന്റ് ചെയ്ത് പോകുന്നത്. ദ പ്രിവെയിലിംഗ് പ്രൈസ് ഈസ് ഒ പി and the firm is producing and selling OQ output. OP price la OQ output produce ചെയ്യും. Then here DK is relatively elastic. ഞാൻ നേരത്തെ പറഞ്ഞു ഇതാണ് relatively elastic and capital letter GK is relatively inelastic portion. ഒരു KD എന്ന് പറയാം നമുക്ക്. Relatively inelastic segment. 2 segments ആണ്, നോട്ട് ചെയ്ത് വെക്കുക. ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ടോപ്പിക് ആണ്. കിങ്ഡ് ഡിമാൻഡ് കർവ് ചോദിക്കാറുണ്ട്. 2 സെഗ്മെന്റ്സ് ആണ്. അപ്പൊ പ്രിവെയിലിംഗ് പ്രൈസ് ലെവൽ വെച്ചിട്ടാണ് കിങ് ചെയ്യണത്, അതായത് സെഗ്മെന്റ് ചെയ്യണത്. അപ്പൊ രണ്ട് പോർഷൻ ആയിട്ട് വരികയാണ്. ഫസ്റ്റ് വൺ റിലേറ്റീവ്ലി ഇലാസ്റ്റിക് പോർഷൻ ആൻഡ് സെക്കൻഡ് വൺ റിലേറ്റീവ്ലി ഇൻഇലാസ്റ്റിക് പോർഷൻ. ദ ഡിഫറൻസ് ഇൻ ദ ഇലാസ്റ്റിസിറ്റീസ് ഇസ് ഡ്യൂ ടു ദ പർട്ടിക്കുലർ കോമ്പറ്റിറ്റീവ് റിയാക്ഷൻ പാറ്റേൺസ്. അപ്പൊ എന്തുകൊണ്ടാണ് ഇലാസ്റ്റിസിറ്റിയിലെ ഡിഫറൻസ് വരുന്നുണ്ടെങ്കിൽ കോമ്പറ്റിറ്റീവ് റിയാക്ഷൻ പാറ്റേൺസ്, അതാണ് ആ കോമ്പറ്റിറ്റീവ് റിയാക്ഷൻ പാറ്റേൺ വരുന്നത് കൊണ്ടാണ് എന്ത് ചെയ്യണത്, ഈ ഒരു ഇലാസ്റ്റിസിറ്റി അവിടെ റൈസ് ചെയ്യുന്നത്. ഓക്കെ, the oligopolist will have the tendency to remain permanently. അവിടെ തന്നെ വെച്ചാൽ പെർമനന്റ് ഫോളോ ചെയ്യുന്നവർ ആഗ്രഹിക്കുന്നത്. If he rises the price beyond the OP, അതായത് പ്രൈസ് നമ്മൾ ഇൻക്രീസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ, ഞാൻ നേരത്തെ പറഞ്ഞത് എന്താണ്, കോമ്പറ്റീറ്റേഴ്സ് അവർ ഇൻക്രീസ് ചെയ്യില്ല, അപ്പൊ നമുക്ക് കസ്റ്റമേഴ്സ് നഷ്ടപ്പെട്ടു പോകുന്നു അല്ലെ. Price rise beyond the OP, the demand for the product will come down. കണ്ടാ, ഡിമാൻഡ് കുറഞ്ഞു വരിക ചെയ്യുന്നത്. This happens because he loses his customers due to price rise and hence sales will decline. കേട്ടോ, കസ്റ്റമേഴ്സിനെ നഷ്ടപ്പെട്ട് സെയിൽസ് കുറഞ്ഞു വരികയാണ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഈ ഒരു പോർഷൻ വന്നത്. Then DK portion of demand curve represents relatively elastic nature of the demand curve. Relatively elastic nature of the demand curve ആണ് ഇവിടെ പറയുന്നത്. On the other hand, ഇപ്പൊ നമ്മൾ പറയാണ് ഇൻക്രീസ് ആണല്ലോ പറയുന്നത്. അപ്പൊ ഒരു 5% പ്രൈസ് ഇൻക്രീസ് ചെയ്തു, ഒരു 10% ഡിമാൻഡ് ഡിക്രീസ് ചെയ്തു. കേട്ടാ, 5% പ്രൈസ് ഇൻക്രീസ് ചെയ്തപ്പോ 10% ഡിമാൻഡ് ഡിക്രീസ് ചെയ്തു. എന്തുകൊണ്ടാ, അതർ ഫോംസിനെ ഡിപ്പെൻഡ് ചെയ്യാം. അപ്പൊ അവര് സെയിം പ്രോഡക്റ്റിനാണ് കൊടുക്കുന്നത്. അപ്പൊ അവര് എന്ത് ചെയ്തില്ല, പ്രൈസ് കുറച്ചിട്ടില്ല. അപ്പൊ കസ്റ്റമേഴ്സ് ഒക്കെ അങ്ങോട്ട് ഷിഫ്റ്റ് ആയി പോയി.
അപ്പൊ അതാണ് റിലേറ്റീവ്ലി ഇലാസ്റ്റിക് എന്ന് പറയുന്നത്. പ്രൈസിനേക്കാളും കൂടുതൽ എവിടെ ഡിമാൻഡിൽ ചേഞ്ച് വരിക, ദാറ്റ് ഈസ് റിലേറ്റീവ്ലി ഇലാസ്റ്റിക്. അപ്പൊ 5% നമ്മൾ പ്രൈസ് ഇൻക്രീസ് ചെയ്തപ്പോൾ 10% ഡിമാൻഡ് ഡിക്രീസ് ചെയ്തു. അപ്പൊ പ്രൈസ് കൂടിയപ്പോൾ എന്തുണ്ടായത്? The price beyond the OP, the demand for the product will come down and sales also decline. Then, or if reduces the price from OP, ഇവിടുന്ന് പ്രൈസ് താഴേക്ക് കുറച്ചു എന്നുണ്ടെങ്കിൽ എന്താണ്? The rivals will act immediately by reducing the firms. അപ്പോൾ other firms, competitors എന്ത് ചെയ്യുന്നു? അവർ immediately reducing their price. The price cut does not lead to sufficient increase in demand. അപ്പൊ നമ്മൾ പറഞ്ഞ പോലത്തെ ഒരു ഡിമാൻഡ് നമുക്ക് അവിടെ ഇൻക്രീസ് ചെയ്യാൻ പറ്റില്ല. അതായത് 10% പ്രൈസ് നമ്മൾ റെഡ്യൂസ് ചെയ്താൽ 5% നമ്മുടെ ഡിമാൻഡിൽ ഇൻക്രീസ് വരുന്നുള്ളൂ. ദാറ്റ് ഈസ് റിലേറ്റീവ്ലി ഇൻഇലാസ്റ്റിക് പോർഷൻ എന്ന് പറയുന്നത്. അതുകൊണ്ട് ആ കോമ്പറ്റീറ്റേഴ്സ് അവരുടെ എന്ത് ചെയ്തു? പ്രൈസ് പെട്ടെന്ന് റെഡ്യൂസ് ചെയ്ത് അപ്പൊ നമുക്ക് നമ്മൾ ഉദ്ദേശിച്ച തരത്തിലുള്ള ഒരു ഡിമാൻഡ് നമുക്ക് അവിടെ ഇൻക്രീസ് ചെയ്തില്ല. അതാണ് എന്ത്? റിലേറ്റീവ്ലി ഇൻഇലാസ്റ്റിക് പോർഷൻ എന്ന് പറയുന്നത്. സോ ഇനി ഒലിഗോപോളിസ്റ്റിക് ഫേം വിൽ ഫോളോ ദി പ്രിവെയിലിംഗ് പ്രൈസ്. അതുകൊണ്ടാണ് അവർ എന്ത് ചെയ്യുന്നത്? പ്രിവെയിലിംഗ് പ്രൈസ് തന്നെ അവര് ഫോളോ ചെയ്യുന്നത്. ഹി ഡസ് നോട്ട് ലൈക്ക് ടു മേക്ക് എനി ചേഞ്ച് ഇൻ ഇറ്റ്. ഒരു ചേഞ്ചും അവർ ആഗ്രഹിക്കുന്നില്ല. ഇൻക്രീസ് ചെയ്യുന്നില്ല, ഡിക്രീസ് ചെയ്യുന്നില്ല. അതേ പ്രൈസ് ലെവൽ തന്നെ അവർ ഫോളോ ചെയ്യാണ് ചെയ്യുന്നത്. So each oligopolistic firm will have a king demand curve having two segments. ഏതൊക്കെയാണ്? The upper being relatively elastic and lower segment being relatively inelastic. ഇതാണ് ഇതിൽ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോയിന്റ് പറയുന്നത് കേട്ടോ. അപ്പൊ ഇതാണ് രണ്ട് സെഗ്മെന്റ്സ്, റിലേറ്റീവ്ലി ഇലാസ്റ്റിക് ആൻഡ് റിലേറ്റീവ്ലി ഇൻഇലാസ്റ്റിക്. റിലേറ്റീവ്ലി ഇലാസ്റ്റിക് എന്ന് പറഞ്ഞാൽ എന്താണ്? പ്രൈസിനേക്കാളും കൂടുതൽ എന്തിന് ചേഞ്ച് വരികയാണ്? ക്വാണ്ടിറ്റി ഡിമാൻഡിൽ ചേഞ്ച് വരികയാണ്. അതായത് നമ്മൾ പ്രൈസ് 5% ഇൻക്രീസ് ചെയ്യുമ്പോൾ ക്വാണ്ടിറ്റി ഡിമാൻഡിൽ 10% ഡിക്രീസ് ചെയ്യുന്നു. അപ്പൊ എന്തുകൊണ്ടാണ്? നമ്മുടെ ഡിമാൻഡ് അത്രയും കുറഞ്ഞു വരികയാണ് ചെയ്യുന്നത്. റിലേറ്റീവ്ലി ഇലാസ്റ്റിക് സെഗ്മെന്റ്. ദെൻ നമ്മൾ പ്രൈസ് കുറയ്ക്കുകയാണെന്ന് വിചാരിക്കുക. 5% പ്രൈസ് കുറച്ചാല് 10% പ്രൈസ് നമ്മൾ റെഡ്യൂസ് ചെയ്തു വിചാരിക്കും. പക്ഷെ കോമ്പറ്റീറ്റേഴ്സ് എന്ത് ചെയ്യണം? അവർ ഇമ്മീഡിയറ്റ്ലി അവരുടെ പ്രൈസ് റെഡ്യൂസ് ചെയ്യുന്നതുകൊണ്ട് നമ്മൾ ഉദ്ദേശിച്ച തരത്തിലുള്ള ഒരു ചേഞ്ച് നമുക്ക് ഡിമാൻഡിൽ റൈസ് ചെയ്യുന്നില്ല. ദർ ഈസ് ഓൺലി എ 5% ചേഞ്ച് ഇൻ ഡിമാൻഡ്. ഓക്കെ, സോ ഇത് റിലേറ്റീവ്ലി ഇൻഇലാസ്റ്റിക് പോർഷൻ. ഇതാണ് കിങ്ങിന്റെ ഡിമാൻഡ് കർവ് എന്ന് പറഞ്ഞാല്. കിങ് ഡിമാൻഡ് കർവിന്റെ ഒരു അസംപ്ഷൻ എന്ന് പറഞ്ഞാൽ എന്താ പറഞ്ഞത്? ദ പ്രൈസ് കട്ട് ബൈ ഹിം വിൽ ബി ഫോളോഡ് ബൈ എ പ്രൈസ് കട്ട് ബൈ ദി റൈവൽ ഫേംസ്. നമ്മൾ പ്രൈസ് കട്ട് ചെയ്താൽ ആര് ഫോളോ ചെയ്യാണ്? റൈവൽ ഫേംസ് പ്രൈസ് കട്ട് ഇമ്മീഡിയറ്റ്ലി കട്ട് ദെയർ പ്രൈസ്. ബട്ട് ദ പ്രൈസ് റൈസ് ബൈ ഹിം വിൽ നോട്ട് ബി ഫോളോഡ് ബൈ പ്രൈസ് റൈസ് ബൈ ദി റൈവൽ ഫേംസ്. നമ്മൾ പ്രൈസ് ഇൻക്രീസ് ചെയ്യുകയാണെങ്കിൽ റൈവൽ ഫേംസ് അത് ഫോളോ ചെയ്യില്ല. അപ്പൊ നമുക്ക് എന്താണത്? നമ്മൾ പ്രൈസ് ഇൻക്രീസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ദ ഫേം മേ ലോസ് ദിയർ കസ്റ്റമേഴ്സ് ആൻഡ് സെയിൽസ് വിൽ ഡിക്ലൈൻ. ഓക്കെ, കസ്റ്റമേഴ്സിന് നഷ്ടപ്പെട്ടിട്ട് സെയിൽസ് ഡിക്ലൈൻ ചെയ്യുന്നത്. ഇഫ് ദ ഫേം റെഡ്യൂസ് ദ പ്രൈസ്, ഫേം പ്രൈസ് റെഡ്യൂസ് ചെയ്യുകയാണെങ്കിൽ ദേ ഫേസ് എ പ്രൈസ് വാർ. അപ്പൊ ഒരു പ്രൈസ് വാർ ഫേസ് ചെയ്യേണ്ടി വരും. സോ ദേ ഫോളോ എ റിജിഡ് പ്രൈസ് ലെവൽ. അതുകൊണ്ട് അവർ എന്ത് ഫോളോ ചെയ്യാണ്? ഒരു റിജിഡ് ആയിട്ടുള്ള ഒരു പ്രൈസ് ലെവൽ അവർ ഫോളോ ചെയ്യാണ്. ഓക്കെ, അപ്പൊ ഇതാണ് കിങ്ങിന്റെ ഡിമാൻഡ് കർവിൽ പറയുന്നത്. ഇനി വാട്ട് ആർ ദ റീസൺസ് ഫോർ പ്രൈസ് റിജിഡിറ്റി? എന്തൊക്കെയാണ്? ഫിയർസ് പ്രൈസ് വാർ. പ്രൈസ് വാർ ഫിയർ ചെയ്യുന്നുണ്ട്. പിന്നെ പറയുന്നത് ഫ്രീക്വന്റ് ചേഞ്ചസ് ഇൻ പ്രൈസ് മേ ഇറിറ്റേറ്റ് കസ്റ്റമേഴ്സ്. അപ്പൊ പ്രൈസ് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ചേഞ്ച് കൊണ്ടിരിക്കുമ്പോൾ കസ്റ്റമേഴ്സിന് ഒരു ഇറിറ്റേഷൻ ഫീൽ ചെയ്യാണ്. ദ ഫേം സാറ്റിസ്ഫൈഡ് വിത്ത് ദി പ്രസന്റ് ലെവൽ. അപ്പൊ പ്രസന്റ് ലെവലിൽ തന്നെ അവർ സാറ്റിസ്ഫൈഡ് ആണെന്നുണ്ടെങ്കിൽ അതേ ലെവൽ തന്നെ അവർ ഫോളോ ചെയ്യാണ് ചെയ്യുന്നത്. ദ ഫേം മേ നോട്ട് ലൈക്ക് ദ അൺനെസസറി ഇൻകൺവീനിയൻസ് ഓഫ് ന്യൂ പ്രൈസ് ലിസ്റ്റ്. പുതിയൊരു പ്രൈസ് ലിസ്റ്റ് ഒക്കെ ഫോളോ ചെയ്യണം. ഇറ്റ്സ് വെരി ഇൻകൺവീനിയൻസ് മെത്തേഡ്. ദെൻ the present price may have been established after a prolonged period of price war. കുറെ പ്രൈസ് വാർസ് ഒക്കെ കഴിഞ്ഞിട്ടായിരിക്കും ഈ ഒരു പ്രസന്റ് ലെവലിൽ നമ്മൾ എത്തിച്ചേർന്നിരിക്കുന്നത്. ബിക്കോസ് ഫ്യൂ ഫേംസ് ആർ ഇന്റർ റിലേറ്റഡ് അല്ലെ, ഇന്റർ ഡിപെൻഡൻസ് ഓഫ് ഫേംസ്. അപ്പൊ ഒരു പ്രൈസ് വാർസ് ഒക്കെ അവിടെ കഴിഞ്ഞിട്ടായിരിക്കും ആ ഒരു പ്രസന്റ് ലെവലിലുള്ള ഒരു പ്രൈസ് ലെവൽ അവർ എത്തിച്ചേർന്നത്. പിന്നെ വീണ്ടും ഒരു പ്രൈസ് വാർസ് ഫേസ് ചെയ്യാന്ന് പറഞ്ഞാൽ വെരി ഡിഫിക്കൽട്ട് ആണ്. സോ ദീസ് ആർ ദ വേരിയസ് റീസൺസ് ഫോർ പ്രൈസ് റിജിഡിറ്റി. ദർ ഇസ് ദ ഫേം ഫിയർസ് എ പ്രൈസ് വാർ. Frequent change in price may irritate the consumers. The firm may satisfied with the present level. Firm may not like the unnecessary inconvenience of new price list. The present price may have been established after a prolonged period of price war. Okay, very important topic. കിങ്ങിന്റെ ഡിമാൻഡ് കർവ് 4 മാർക്സ് പാരഗ്രാഫ് ക്വസ്റ്റൻ ഒക്കെ ആയിട്ട് ചോദിക്കാറുണ്ട്. അപ്പോൾ ഇൻഡിറ്റർമിനേറ്റ് പ്രൈസിംഗ് ആൻഡ് ഔട്ട്പുട്ട് ഇൻ ഒലിഗോപോളി. എന്തുകൊണ്ടാണ് ഇൻഡിറ്റർമിനേറ്റ് പറയുന്നത്? There are few firms in determination of pricing and output under oligopolistic situation. So there are interrelated with each other, interdependence of firms, because it's an interdeterminate in pricing and output in oligopoly. Clear ആയി വിചാരിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിക്കാം കേട്ടോ. ഓക്കെ.